Hello. Today's topic derivation of equation of motion by graphical method. So equation of motions in the graphical method derive today's topic equation of motion by graphical method. Okay. So equations of motion P equal to u plus at s equal to ut plus half at square and v square minus u square equal to 2as. മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ ആണ് എന്ത് ചെയ്യുന്നത്, യൂണിഫോം ആക്സിലറേറ്റ് ചെയ്യുന്ന മോഷനെയാണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേറ്റഡ് മോഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ v ഈക്വൽ ടു യു പ്ലസ് എ ടി ആൻഡ് എസ് ഈക്വൽ ടു യു ടു പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു 2ax. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഈ റിലേഷനെ നമ്മൾ പറയുന്നത് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. കാരണം അത് വെലോസിറ്റിയും ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയും. അഗൈൻ ദിസ് റിലേഷൻ ഈസ് കോൾഡ് എസ് നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ആണ്, പൊസിഷൻ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് പൊസിഷൻ ടൈം റിലേഷൻ. അതിനെ നമ്മൾ എന്താ പറയാം, പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയാം. Then third equation is called position velocity relation. പൊസിഷനും പിന്നെ എന്താണ് വെലോസിറ്റി ആണുള്ളത്, അല്ലെങ്കിൽ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷനെ നമ്മൾ ഇനി അങ്ങനെ പറയും വെലോസിറ്റി ടൈം റിലേഷൻ അല്ലെങ്കിൽ പൊസിഷൻ ടൈം റിലേഷൻ അല്ലെങ്കിൽ എന്താണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻസിനെ പറയും. ഇക്വേഷൻ v ഈക്വൽ ടു യു പ്ലസ് ഐ ടി എന്ന് ഇനി പറയത്തില്ല, നമ്മൾ എന്താ പറയുക വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാനായി പറയൂ. അപ്പോൾ നമുക്ക് ഓരോ ഇക്വേഷനായിട്ട് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കാം. നമുക്ക് എക്സ് ആക്സിസിൽ നമ്മൾ ടൈം and y ആക്സിസിൽ നമ്മൾ വെലോസിറ്റി എടുക്കുന്നു. എക്സ് ആക്സിൽ ടൈമിൽ y ആക്സിൽ എന്തെടുക്കുന്നു, വെലോസിറ്റി എടുക്കുന്നു. നമുക്ക് ഒരു ബോഡി ഇനിഷ്യൽ വെലോസിറ്റി ഓക്കെ 0 ടൈമിൽ അതിന് ഇനിഷ്യൽ വെലോസിറ്റി u ഉണ്ടായിരുന്നു വിചാരിക്കുക. ഇനിഷ്യൽ വെലോസിറ്റി u ആണ്. അത് കോൺസ്റ്റന്റ് ആക്സിലറേഷനോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഫ്റ്റർ t ടൈം അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v എന്ന് പറയുന്ന വെലോസിറ്റി ആകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി v, അപ്പോൾ എ എന്ന് പറയുന്ന ആക്സിലറേഷനിലൂടെ പോവുകയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷനിലൂടെ പോവുകയാണെങ്കിൽ ആഫ്റ്റർ ടി ടൈം അതിന്റെ വെലോസിറ്റി എത്രയായി, പി ആയി. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വരച്ച ഗ്രാഫ് ഏതാ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരച്ചത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി യും ഫൈനൽ വെലോസിറ്റി എന്താണ് വിയിൽ പോകുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. ഇനി നമുക്കറിയാം ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ആരാണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ കിട്ടും. നമുക്ക് ആദ്യം ആ ഐഡിയയിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ റിലേഷൻ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐഡിയയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് റിലേഷൻ ഡെറൈവ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ആ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ അതിനെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി സി എന്ന് വരയ്ക്കുന്നു. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ഇന്റർസെപ്റ്റ് ബൈ എക്സ് ഇന്റർസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ബി സി ബൈ എന്ത് എഴുതാം, ബി സി ബൈ എ ബി എന്ന് എഴുതി കൂടെ, ബി സി ബൈ എ ബി എന്ന് എഴുതി കൂടെ. സ്ലോപ്പ് അല്ലേ ബി സി ബൈ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ബൈ ചേഞ്ചിങ് x കോർഡിനേറ്റ്, ദാറ്റ് ഈസ് ബി സി ബൈ എ ബി എന്ന് എഴുതാം. നമുക്ക് സ്ലോപ്പ് ആക്സിലറേഷൻ ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എ ഈക്വൽ ടു ബി സി ബൈ എന്ത് എഴുതാം, എ ബി എന്ന് എഴുതാം. നോക്കൂ, ഇവിടെ നമ്മൾ ബി സി എന്ന് പറയുന്നത് എന്താണ്, ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ഇത് ഒ ഡി, ഇവിടെ ഒറിജിൻ ആയിട്ട് ഒ കൊടുക്കാം, ഈ പോയിന്റ് ഡി കൊടുക്കാം അല്ലെ. അപ്പോൾ നമുക്ക് ഈ ബി സി എന്ന് പറഞ്ഞാൽ സി ഡിയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നത്, സി ഡിയിൽ നിന്ന് ബി ഡി മൈനസ് ചെയ്യുന്നതല്ലേ, സി ഡിയിൽ നിന്ന് ബി ഡി മൈനസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്നത്. സി ഡിയിൽ നിന്ന് ബി ഡി മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് കിട്ടുന്നതാണ് ആരെന്ന് പറയുന്നത് ബി സി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, സി ഡിയിൽ നിന്ന് ബി ഡി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സി ഡി എന്ന് പറയുന്നത് ബി ഡി എന്ന് പറയുന്നത് എത്രയാണ്, യു ആണ്. ആൻഡ് സി ഡി എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ സി ഡിയിൽ നിന്ന് ബി ഡി മൈനസ് യു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക ബി മൈനസ് യു എന്ന് കിട്ടും അല്ലെ, ബി മൈനസ് യു എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സി ഡിയിൽ നിന്ന് ബി ഡി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബി സി കിട്ടും. ആ ബി സി എന്ന് പറയുന്നത് എന്താണ്, ബി മൈനസ് യു ആണ്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം, ബി മൈനസ് യു എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്നത് നോക്കൂ, എ ബി എന്ന് പറയുന്നത് ടൈം അല്ലേ. നോക്കൂ, അതേ നോക്കൂ, താഴെ നോക്കൂ, എ ബി എന്ന് പറയുന്നത് ഓടിക്ക് ഈക്വലാണ്. ഓടി നമ്മൾ ടൈം ആയിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ ബൈ ടി എന്ന് കിട്ടും. ഓക്കെ, ബൈ ടി എന്ന് കിട്ടി. അപ്പോൾ എ ഈക്വൽ ടു ബി മൈനസ് യു ബൈ ടി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ബി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് കിട്ടും അല്ലെ. ടി ഇപ്പുറത്ത് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അതേപോലെ വി ഈക്വൽ ടു എന്ത് കിട്ടും, യു പ്ലസ് എ ടി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിലേഷൻ ആയി ഏത് റിലേഷൻ, വെലോസിറ്റി ടൈം റിലേഷൻ
നമ്മൾ ഡിറൈവ് ചെയ്തു ഏത് വെച്ചിട്ട് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് വെലോസിറ്റി ടൈം റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഫസ്റ്റ് വൺ അതാണ്, വെലോസിറ്റി ടൈം റിലേഷൻ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് ഡിറൈവ് ചെയ്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് അറിയാം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് പൊസിഷൻ ടൈം റിലേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഗ്രാഫിലോട്ട് നോക്കുമ്പോൾ അറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കർവിന്റെ അടിയിലെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കർവിന്റെ അടിയിലെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള ഐഡിയ നമുക്കുണ്ട്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ, ഏരിയ അണ്ടർ എവിടെയാണ്? അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെ, വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലെങ്കിൽ കർവ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ കർവിന്റെ അടിയിലെ ഏരിയ കണ്ടുപിടിക്കുക. എ സി എന്ന് പറയുന്ന കർവിന്റെ അടിയിലെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എ സി എന്ന് പറയുന്ന കർവിന്റെ അടിയിൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ട്രപ്പീസിയം എടുക്കുന്നു അല്ലെ, ട്രപ്പീസിയം എടുക്കുന്നു. ഏതാണ് ട്രപ്പീസിയം എന്ന് ചോദിച്ചാൽ നോക്കൂ, ട്രപ്പീസിയത്തിന്റെ പേര് നമുക്ക് OACD എന്ന് കൊടുക്കാം അല്ലെ, ട്രപ്പീസിയം ആണ് OACD. അപ്പൊ എന്താണ് ഈ ട്രപ്പീസിയം എന്ന് ചോദിച്ചാൽ അറിയാലോ. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡുകൾ പാരലൽ ആയിരിക്കും. ഓക്കെ, രണ്ട് സൈഡുകൾ പാരലൽ ആവുന്ന ക്വാഡ്രിലാറ്ററലാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ ഇത് എയും ഇത് ബി, പാരലൽ സൈഡ് എയും ബി ആണെന്ന് വിചാരിക്കുക. അതിലേക്കുള്ള ഡിസ്റ്റൻസ് എയും ബി പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് h ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് നോക്കൂ ഹാഫ് h ഇൻറ്റു എ പ്ലസ് ബി ആണ് എന്തെന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഹാഫ് h ഇൻറ്റു എ പ്ലസ് ബി ആണ് എന്നു പറയുന്നത് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എയും ബിയും എന്തോ രണ്ട് പാരലൽ സൈഡ് ആണ്, h അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ, ഹൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ട് പാരലൽ സൈഡ് തമ്മിലുള്ള ഹൈറ്റ്, അതാണ് ഈ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ട്രപ്പീസിയം? പാരലൽ ഓപ്പോസിറ്റ് സൈഡ്സ് രണ്ടെണ്ണം, ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ്, വൺ പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവുന്നതിനാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയാം. അപ്പോൾ എ ഈക്വൽ ടു ഹാഫ് h ഇൻറ്റു എ പ്ലസ് ബി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ട് ഏരിയ എന്ന് പറയുന്ന ഏരിയ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ട്രപ്പീസിയം OACDയുടെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഹാഫ്, അത് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഹാഫ് എഴുതുന്നു. h എന്ന് പറഞ്ഞാൽ നോക്കൂ ഈ രണ്ട് സൈഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമുക്ക് പാരലൽ സൈഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പാരലൽ സൈഡ് എന്ന് വെച്ചാൽ OAയും രണ്ടാമത്തെ പാരലൽ സൈഡ് C. അപ്പോൾ നോക്കൂ OA പ്ലസ് CD, അപ്പോൾ A പ്ലസ് ബി പാരലൽ സൈഡിന്റെ സമ്മായി. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എടുക്കാം? AB എന്ന് എടുക്കാം അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ AB എന്ന് എടുക്കാം. അപ്പോൾ ഹാഫ് AB ഇൻറ്റു OA പ്ലസ് CD, ഹാഫ് AB ഇൻറ്റു OA പ്ലസ് CD എന്ന് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഏരിയ കിട്ടും. ഏരിയ ആണ് ആരെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് AB ഇൻറ്റു OA പ്ലസ് CD എന്ന് കിട്ടും. നോക്കൂ, ഇനി ABയും OAയും CDയും എന്താണ് നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാം. AB നമ്മൾ നോക്കുമ്പോൾ AB എന്താണ്? AB എന്ന് പറയുന്നത് ടൈം ആണ് അല്ലെ. നമുക്ക് AB എന്ന് പറയുന്നത് OD ആണ്, OD എന്ന് പറയുന്നത് ടൈം ആണ്. അതിനകത്ത് OA എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഗ്രാഫ് അത് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി U അല്ലേ, OA കിട്ടി. ഇനി CD എന്താണെന്ന് നോക്കിയാൽ, CD എന്ന് നോക്കിയാൽ അത് ഫൈനൽ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി V അല്ലേ, ഫൈനൽ വെലോസിറ്റി V ആണ്. അപ്പോൾ AB നമുക്ക് കിട്ടി, AB ടൈം ആണ്. AO കിട്ടി, അത് ഫൈനൽ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി U ആണ്. CD എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ വെലോസിറ്റി എത്രയാണ്? V എന്നാണ്. അപ്പോൾ ഗ്രാഫിന് എത്രയും y ഇന്റർസെപ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ഗ്രാഫ് അത്രയും പാർട്ടിന്റെ വാല്യൂ കിട്ടും, അത് V ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ S ഈക്വൽ ടു ഹാഫ് T ഇൻറ്റു OA എന്ന് പറയുന്നത് എത്രയാണ്? U പ്ലസ് V അല്ലെ, U പ്ലസ് V എന്ന് കിട്ടും. ഇത് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷനോട് അവിടെ ചെയ്യുന്നു. ഫ്രം ഇക്വേഷൻ നമ്പർ 1 അല്ലെ, ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് S ഈക്വൽ ടു ഹാഫ് T ഇൻറ്റു U പ്ലസ്, നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ എന്താ? V എന്ന് പറഞ്ഞാൽ U പ്ലസ് 80 ആയിരുന്നു. ഞാൻ അതുകൂടെ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, U പ്ലസ് 80 ആയതുകൊണ്ട് അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കൂ ഹാഫ് T ഇൻറ്റു യുടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2U പ്ലസ് 80 എന്ന് കിട്ടുന്നു. ഇനി ഹാഫ് T കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് T കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2 പോവും. അപ്പോൾ എത്ര കിട്ടും? UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ മോഷന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദ ട്രപ്പീസ് എടുത്തു, ഏരിയ ഓഫ് എന്തെടുത്തു? ട്രപ്പീസ് എടുത്തു. ട്രപ്പീസ് OACD ആണ്. ട്രപ്പീസിന്റെ ഏരിയ ആണെന്ന് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് h ഇൻറ്റു എ പ്ലസ് ബി ആണ്. എയും ബിയും എന്താണ്? അവിടെ എയും ബിയും പാരലൽ സൈഡ് ആണ്. h ആ പാരലൽ സൈഡ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്താന്ന് പറയും? h എന്ന് പറയും. അപ്പോൾ ട്രപ്പീസിയത്തും
ട്രപ്പീസിന്റെ ഏരിയ വെച്ചിട്ടാണ് എടുത്തത്. നേരെ ട്രപ്പീസിന്റെ ഏരിയ എടുക്കാം, അതല്ലെങ്കിൽ ഇതാ നമുക്ക് റെക്ടാംഗിൾ ട്രയാംഗിളും ആക്കിയിട്ട് എടുക്കാം. ഇഷ്ടമുള്ള പോലെ എടുത്താൽ മതി. ഞാൻ ട്രപ്പീസ് എളുപ്പമായതുകൊണ്ട് ട്രപ്പീസ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ട്രപ്പീസ് എടുക്കുന്നു, അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, നമുക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഏതാണ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? സെയിം സംഭവം തന്നെ എടുത്തു. നമുക്ക് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ആണെന്നറിയാം. അതേ റിലേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രപ്പീസിയം ഒ എ സി ഡി എന്ന് പറയുന്ന ട്രപ്പീസ് എടുത്തു. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നറിയാം. എയും ബിയും പാരലൽ സൈഡ്, എച്ച് ആ പാരലൽ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു ഒ എ പ്ലസ് സി ഡി. എ ബി ഇൻറ്റു ഒ എ പ്ലസ് എന്താണ് സി ഡി ആണ് ഒ എ പ്ലസ് സി ഡി. ഇക്വേഷൻ ടി എന്ന് പറയാം. ഫസ്റ്റ് ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. നമുക്ക് അതിനകത്ത് ടി കണ്ടുപിടിക്കണം. ടി കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എ ബി ടി ആയതുകൊണ്ട് നമ്മൾ ടി കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് ബി മൈനസ് യു ഈക്വൽ ടു എ ടി. ടി എന്ന് പറയുന്നത് ബി മൈനസ് യു ബൈ എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത്. അതിന് നമുക്ക് വി മൈനസ് യു ബൈ എ എന്ന് എഴുതാം. അതേപോലെ ഒ എ നമുക്കറിയാം. ഒ എ എത്രയാണ്? ഗ്രാഫിൽ നോക്കുമ്പോൾ ഒ എ എന്ന് പറയുന്നത് എത്രയാണ്? ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് അല്ലേ? ആൻഡ് സി ഡി എന്ന് പറയുന്നത് എത്രയാണ്? സി ഡി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി വി ആണ്. നമ്മളിതെല്ലാം കൂടെ എന്ത് ചെയ്തു? ഇതായി ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എ ബി കിട്ടി. എ ബി ടൈം ആണെന്നറിയാം. എ ബി ടൈം ആണ്, കറസ്പോണ്ടിങ് ടൈം ആണെന്ന് വെക്കുക. വി മൈനസ് യു ബൈ എ എന്നും അതാണ് ഒയും സി ഡിയും കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ കിട്ടുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ ബിക്ക് പകരം നമുക്ക് വി മൈനസ് യു ബൈ എ എന്ന് കൊടുക്കുന്നു അല്ലെ? വി മൈനസ് യു ബൈ എ എന്ന് കൊടുക്കുന്നു. ഇനി ഒ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒ എ എന്ന് പറഞ്ഞാൽ യു ആണ്. ഓക്കെ, സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആണ് അല്ലെ? സി ഡി എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിനെ ഒന്നുകൂടെ മാറ്റി. ഇത് വി മൈനസ് യു എന്നും ഇവിടെ നമ്മൾ വി പ്ലസ് യു എന്ന് എഴുതി. ബൈ എത്രയാണ്? ബൈ എ എന്ന് എഴുതി. വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് വി. ഏരിയ അണ്ടർ ദ കർവ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എസ് അല്ലേ? ഏരിയ അണ്ടർ ദ കർവ് ഡിസ്പ്ലേസ്മെന്റ് എസ് ആൻഡ് എസ് ഈക്വൽ ടു 1/2 എ ഇൻറ്റു ബി മൈനസ് യു ഇൻറ്റു വി പ്ലസ് എ ടി. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്തുവാ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ എസ് ഈക്വൽ ടു ഹാഫ് ടു എ അല്ലെ? സോറി, ഹാഫ് 1/2 ഇൻറ്റു എ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും. നമ്മൾ ആ 2a ഇപ്പുറത്ത് കൊണ്ടുവന്ന 2a ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു എത്ര? 2as എന്ന് കിട്ടും. ദാറ്റ് ഈസ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരേ ഗ്രാഫിൽ നിന്ന് തന്നെയാണ് ഈ ഇക്വേഷൻസ് എല്ലാം ചെയ്തത്. ആദ്യത്തെ നമ്മൾ സ്ലോപ്പ് എടുത്ത് ചെയ്തു, ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. രണ്ടാമത്തത് എന്ത് ചെയ്തു? രണ്ടാമത്തെ നമ്മൾ ചെയ്യാനായിട്ട് ഏരിയ അണ്ടർ ദ വെലോസിറ്റി ഡയഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള രീതിയിൽ ചെയ്തിട്ട് നോക്കൂ. അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് ചെയ്തത്. അപ്പോൾ വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് എ ടി, വി പ്ലസ് യു അറിയാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് വെച്ചിട്ട് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻസ്.